അഹമ്മദാബാദ് വിമാന അപകട അന്വേഷണ റിപ്പോർട്ടിൽ ദുരൂഹത ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം. വ്യോമയാനമന്ത്രി വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് നീക്കം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇപ്പോഴും എങ്ങനെയാണ് ആ വിമാനത്തിന്റെ അപകടം നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയായിട്ടില്ല. ആകെ ലഭ്യമായിരിക്കുന്നത് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇന്ധനമെത്തിക്കുന്ന സ്വിച്ച് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് പോയതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇതിലടക്കം ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് വ്യോമയാന മന്ത്രി തന്നെ ഇക്കാര്യം പാർലമെന്റിൽ വിശദീകരിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഈ മാസം 21 മുതൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വ്യോമയാന മന്ത്രി കൃത്യമായൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകണം എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും അന്വേഷണ റിപ്പോർട്ടിൽ ദുരൂഹതകളും അവ്യക്തതകളുമുണ്ട്. ഇത് എങ്ങനെയാണ് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് ഇന്ധനത്തിന്റെ സ്വിച്ച് മാറിയത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം ആരൊക്കെയാണ് ഈ സംഭാഷണം ആരാണ് ഈ കട്ട് ഓഫ് ആക്കിയോ എന്ന ചോദ്യം ചോദിക്കുന്നത്, ആരാണ് ഞാൻ ചെയ്തില്ല എന്ന മറുപടി നൽകിയതെന്നതടക്കം നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായൊരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ്. വ്യക്തമായൊരു വിശദീകരണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ അമേരിക്കൻ ചില ഏജൻസികൾ, വാർത്താ ഏജൻസികളും വെബ്സൈറ്റുകളും ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ചോർന്നത് എന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ഇതിനൊക്കെ കൃത്യമായ മറുപടി നൽകണം. അതിനൊപ്പം തന്നെ ഈ പൈലറ്റുമാരെ സംശയമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടരുതായിരുന്നു എന്ന അഭിപ്രായവും പ്രതിപക്ഷത്തിൽ നിന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യണം പാർലമെന്റിൽ എന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പാർലമെന്റിൽ ഇത് ഏതെങ്കിലും വിധത്തിൽ ചർച്ചയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നത്. അരുൺകുമാർ.